നമ്മളിലുമുണ്ട്. ഇതുപോലെ തന്നെ ചന്ദ്രനിൽ നടക്കുന്നതെല്ലാം നമ്മളിലുമുണ്ട്. ഒരു പൗർണമി ദിവസം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇത്തിരി മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേഗം അറിയാൻ പറ്റും അത്. ഇനിയിപ്പോ നിങ്ങൾ അതും പറഞ്ഞിട്ട് നോക്കരുതേ, അറിയാൻ പറ്റും അത്. കാരണം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. എന്റെ കൂടെ പഠിച്ചൊരു പയ്യനുണ്ടല്ലോ, ഒരിക്കൽ എനിക്കറിയില്ലെന്നത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. ഇവൻ വന്നേനെ ഒറ്റ കെട്ടിപ്പിടുത്തം, ഭയങ്കരമായിട്ടൊരു പലതും അവൻ കാണിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. പിന്നെ ഞാൻ വേഗം ഇവനെയും കൊണ്ടുപോയി, എന്റെ മറ്റുള്ള ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ പറയുന്നത്, ഈ പൗർണമി ദിവസം ഇങ്ങനെ ചില പ്രശ്നമുള്ളവർക്ക് ചില കുഴപ്പങ്ങളൊക്കെ വരുന്നു. ഇത് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് മനസ്സിലായപ്പം അവർ കണ്ടെത്തിയൊരു സത്യം, പ്രകൃതിയിലുള്ളത് വ്യക്തിയുടെ ശരീരത്തിലും ഉണ്ട്. അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് ഈ പ്രകൃതിയും വ്യക്തി ശരീരവും തമ്മിലുള്ള ബന്ധത്തിനെയാണ്. മാറ്റർ ക്യാൻ ഓൾവേസ് അട്രാക്ട് മാറ്റർ എന്ന് ഫിസിക്സ് പറയുന്നത് നമ്മുടെ ഋഷീശ്വരന്മാര് പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെയുള്ള സൂര്യനും ചന്ദ്രനും ഒക്കെ ഈ ഭൂമിയെ സ്വാധീനിക്കുമ്പം ഭൂമിയിലുള്ളവരെയും സ്വാധീനിക്കാൻ അതിന് സാധിക്കും. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലെ സ്വാധീനിക്കാൻ ഓരോ നക്ഷത്രത്തിനും സാധിക്കും. അതിൽ യാതൊരു സംശയമില്ല. 100% അത് സത്യമാണ്. നിങ്ങളുടെ ശരീരത്തിൽ ശനിദോഷമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ശനിദോഷമുണ്ടായിരിക്കാം. ചൊവ്വാദോഷമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ചൊവ്വാദോഷമുണ്ട്. കാരണം പ്രകൃതിയിലുള്ളതെല്ലാം ഈ ശരീരത്തിലും പ്രകൃതിയിലിരിക്കുന്നിടത്തോളം കാലം ശരീരത്തെയും ബാധിക്കും. സംശയമില്ല. ഏതുപോലെയാണത്? ഒരു തോണിയിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. തോണി ഇളകുന്നിടത്തോളം കാലം തോണിയിലിരിക്കുന്നവനും ഇളകും. ജ്യോതിഷം തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. 100% ഋഷീശ്വരന്മാര് കണ്ടെത്തിയത് തർക്കമില്ലാത്ത കാര്യമാണ്. ശരീരത്തെ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ആരെ സ്വാധീനിക്കുന്നില്ല? മനസ്സിനെ സ്വാധീനിക്കുന്നില്ല. അതെങ്ങനെ മനസ്സിലായി? മനസ്സിനെ സ്വാധീനിച്ചിരുന്നുവെങ്കിൽ ഉറക്കത്തിലും ഈ ഗ്രഹങ്ങളുടെയൊക്കെ പ്രശ്നം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. ഏതൊരു മനസ്സാണോ അതിൽ നിന്നും ഈ ഗ്രഹചിന്തകളിൽ നിന്നും ഉയർത്തിയത്, അവരെയും പിടികൂടാൻ ആർക്ക് സാധിക്കണം? ഈ നക്ഷത്രങ്ങൾക്ക് സാധിക്കണം. എന്നാൽ നക്ഷത്രങ്ങൾക്ക് സാധിക്കുന്നില്ല. ആരെ പിടികൂടാൻ? ഏതൊരു മനസ്സാണോ പ്രകൃതിയിൽ നിന്നും ഉയർത്തിയിരിക്കുന്നത്, ആ മനസ്സുകളെ പിടികൂടാൻ നക്ഷത്രങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ ആരെ സ്വാധീനിക്കാനാണ് സാധിക്കുക? ഏതൊരു മനസ്സാണോ ഭഗവാനിലേക്ക് ഉയരാത്തത്, അവരെ സ്വാധീനിക്കാൻ നക്ഷത്രങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ജ്യോത്സ്യന്മാരെടുത്തു പോയിട്ടും അവരും പറയുന്നത് എന്താണ്? നിങ്ങളുടെ മനസ്സിനെ പക്ഷെ അവർ 100 വഴിപാട് പറയണമെന്ന് മാത്രം. അത് അവർക്കും അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് ആയിരിക്കാം. നല്ല ഉപാസകന്മാരായിട്ടുള്ള ജ്യോത്സ്യന്മാർ വഴിതെറ്റിക്കില്ല. മറ്റുള്ളവര് ശിവൻ വേറെ അയ്യപ്പൻ വേറെ, അവിടെ ആ വഴിപാട് നടത്തൂ, ഇവിടെ ഈ വഴിപാട് നടത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെയൊക്കെ ഓരോ അത്ഭുതങ്ങളെ. ഒരമ്മ എന്റെ അടുത്ത് കൊട്ടത്തേങ്ങ കൊണ്ടു തന്നിരിക്കണു. എന്താണത്രേ? ഏതൊരു ജ്യോത്സ്യര് പറഞ്ഞതാണത്രേ, ആരെങ്കിലും സന്യാസിമാരെ കണ്ടാൽ കൊടുത്തോളൂ എന്ന്, എന്നാ വീട്ടിലെ ദോഷം തീരുന്ന്. എന്നിട്ട് അതൊക്കെ ഒഴിഞ്ഞു കൊണ്ടുവന്നിരിക്കുക എന്ന് പറയാണ് വീട്ടില്. ഇങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്നവര്. ഞാൻ ആ കൊട്ടത്തേങ്ങ വാങ്ങിച്ചത് പൊട്ടിച്ച് ശർക്കരയും കൂട്ടി അടിച്ചു. ഇത്രയില്ലേ വരാൻ പോകുന്നുള്ളൂ എന്നുള്ളത്, വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളത്. ഞാൻ വളരെ നന്നായി എന്ന് പറഞ്ഞ അമ്മയോട് എന്തു പറയാനാണ്? ഇതുപോലെ നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, ആളുകൾ മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു സ്ഥലത്ത് ഈ ജ്യോതിഷത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഒരാൾക്ക് വളരെ ഡിസ്റ്റർബ്ഡായി. അതായത് ഒരാൾക്ക് കല്യാണം ക്ഷണിക്കാൻ പോകണം, മകളുടെ കല്യാണത്തിന്. അപ്പൊ വലിയൊരു ബന്ധുവീട്ടിലാണ് പോണ്ടത്. അയാളാണെങ്കിൽ വലിയ കോടീശ്വരനാണ്, കുറെ കാലം ദുബായിലൊക്കെ ആയിരുന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന് അസറ്റായി ഉള്ളത് കുട്ടികളൊക്കെ സ്റ്റേറ്റ്സിലും, ഇവിടെ കുട്ടികളില്ലാത്തതുകൊണ്ട് 4 പട്ടികളെ കിട്ടിയത്. അവിടുന്ന് ഇവിടുന്നൊക്കെ വില കൂടിയ പട്ടികളെയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. ഒക്കെ ആനയ്ക്കൊത്ത വണ്ണം, സിംഹത്തിനൊക്കെ ഒത്ത വണ്ണം, എന്നാലും പല്ലൊക്കെ കുറവാ. അങ്ങനെ കടിക്കുന്ന വർഗമൊന്നുമല്ല. അങ്ങനെ അവരൊക്കെ വളർത്തിക്കൊണ്ട് അദ്ദേഹം വലിയ രാജാവായിട്ട് വാഴുന്നു. അപ്പോഴാണ് ഇവർ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പം കുറച്ച് പറമ്പൊക്കെ ഉണ്ട്, അവർക്ക് സ്ഥലമൊക്കെ ഉണ്ട്, 4 പട്ടികളുണ്ട്. അങ്ങനെ ഫ്രണ്ടിൽ അങ്ങനെ ഗമയിൽ കിടക്കണു. അപ്പം ബെല്ലമർത്തിയപ്പം കറണ്ടില്ല. ഉറക്കെ വിളിച്ചു, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉറക്കെ വിളിച്ചു. അപ്പൊ പട്ടികളാണ് ശബ്ദിച്ചത്, ഞങ്ങളിവിടെ ഉണ്ട് എന്ന്. അത് സ്വാഭാവികമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നേരെ നോക്കാൻ തുടങ്ങി ഓരോ പട്ടികളും. ഇദ്ദേഹത്തിന് 2 സ്റ്റെപ്പ് ഗേറ്റിന്റെ അടുത്തേക്ക് നിന്ന ആള് 4 സ്റ്റെപ്പ് ഗേറ്റിൽ നിന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നത്. പട്ടികളുടെ ശബ്ദം കേട്ടപ്പം അകത്തുനിന്ന് പട്ടിയുടെ യജമാനൻ ഇറങ്ങി വന്നു. പട്ടിക്കുണ്ടല്ലോ യജമാനൻ. അപ്പൊ നോക്കുമ്പോ, അവിടെ വേണ്ടപ്പെട്ട ആളാണ് വരുന്നത്.
അപ്പൊ ഇദ്ദേഹം ഉറക്കം വിളിച്ചു പറഞ്ഞു, വന്നോളൂ വന്നോളൂ, അവർക്ക് അടിക്കൊന്നുമില്ല എന്ന്. ജീവനിൽ ഇത്തിരി കൊതിയുള്ള ആള് പോവോ? ആ പട്ടികളൊക്കെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം അന്ന് വിളിച്ചു പറഞ്ഞു വന്നോളൂ. പോയില്ല. നിങ്ങൾ ഇങ്ങോട്ട് വരൂ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഇദ്ദേഹം പട്ടികളെയൊന്നും കൂട്ടിലാക്കാതെ നേരെ ഗേറ്റിന്റെ അടുത്തെത്തി. ഗേറ്റ് തുറന്നു, ഇയാൾ അകത്തേക്കാക്കി. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇയാളെ ആരുടെ കൂടെ നടക്കുക? പട്ടിയുടെ കൂടെ ചേർന്ന് നടക്കുവോ? പട്ടിയുടെ യജമാനന്റെ കൂടെ ചേർന്ന് നടക്കുവോ? പട്ടികളാണെങ്കിൽ ഒരുത്തൻ കാല് വാസനിക്കണോ, ഒരുത്തൻ മുണ്ട് വാസനിക്കണോ, ഒരുത്തൻ കണ്ണിലേക്ക് നോക്കണോ. ഇതൊക്കെ ചെയ്യുമ്പോ ഇയാൾ പറയണ്ട, റോസി കീപ് ക്വയറ്റ്, ടോമി കീപ് ക്വയറ്റ്, ഇത് നമ്മുടെ ആളാടാ എന്ന് പറയുമ്പോ പട്ടികൾക്കും ക്രമേണ മനസ്സിലാവുന്നുണ്ട് ഈ വന്നിരിക്കുന്ന ആള് നമ്മുടെ യജമാനന്റെ ആളാണെന്ന്. അങ്ങനെയുള്ള ആളെ ആ പട്ടികൾ എത്ര ശക്തരാണെങ്കിലും ഉപദ്രവിക്കാത്തതുപോലെ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭീതിർനാമദ്വിതീയാൽ ഭവതി നനുവന കൽപ്പിതം ചദ്വിതീയം തേനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാ ശക്തിബുദ്ധ്യാ നിരുദ്ധ്യം മായാവിദ്ധേത്തു തസ്മിൻ പുനരപിന തഥാമാ ഭാതിമായാദിനാഥം തത്വം ഭക്ത്യാ മഹത്യാ സതതമനുഭജൻ ഈശഭീതിം വിജഹ്യം. വളരെ മനോഹരമായി ഭട്ടതിരിപ്പാട് പറയുന്നു, മായാവിദ്ധേത്തു തസ്മിൻ പുനരപിന തഥാ ഭാതിമായാധിനാഥം. ആരെ പിടിക്കണം? ഈ മായക്കെല്ലാം നാഥനായിരിക്കുന്ന, അധീതനായിരിക്കുന്ന ഒരു നാഥനെ പിടിച്ചാൽ പിന്നെ ആര് തൊടില്ല? മായ തൊടില്ല. ഇവിടെ ഭഗവാനാകുന്ന ഗൃഹസ്ഥന് അല്ലെങ്കിൽ ഉടമസ്ഥന് 27 പട്ടികളുണ്ട്. അതാണ് അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങിയവരൊക്കെ അങ്ങോട്ട് സങ്കല്പിച്ചാൽ മതി. ഇനി നിങ്ങൾ ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ ഈ അശ്വതിയും ഭരണിയൊക്കെ നിങ്ങളുടെ നേരെ തിരിയുന്ന സമയത്ത് ഭഗവാൻ പറയും, അശ്വതി കീപ് ക്വയറ്റ്, ഭരണി കീപ് ക്വയറ്റ്, ഇയാള് നമ്മുടെ ആളാണ്. അപ്പൊ ശനിയൊക്കെ നിങ്ങളുടെ തലയിൽ കയറുമ്പം ഉള്ളിൽ നിന്ന് ഭഗവാൻ വിളിച്ചു പറയും, ശനി കീപ് ക്വയറ്റ്, ഇത് നമ്മുടെ ആളാണ്. അപ്പൊ ജ്യോതിഷം എന്ന് പറയുന്നത് ശരീരത്തെ സംബന്ധിച്ച് ശരിയാണ്, ആരെ സംബന്ധിച്ച് ശരിയല്ല? മനസ്സിനെ സംബന്ധിച്ച് ശരിയല്ല. വേണമെങ്കിൽ നമുക്ക് മനസ്സിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ ജ്യോതിഷത്തിന്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവാൻ ആർക്ക് സാധിക്കും? മനസ്സിന് സാധിക്കും. അതായത് കാലം എന്ന് പറയുന്നത് 2 രീതിയിൽ പരീക്ഷിക്കും. ഒന്ന്, നാം ചെയ്യാത്ത, നാം പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ തന്ന് പ്രഹരിച്ചുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും. നിങ്ങൾ വിചാരിക്കരുത് നക്ഷത്രങ്ങളാണ് കൊണ്ടുവരുന്നത്. കാരണം പൂർവ്വജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെയൊക്കെ ഫലം നമ്മളെ തന്നെ വേട്ടയാടണം. അത് വ്യാധിയുടെ രൂപത്തിലോ ആദിയുടെ രൂപത്തിലോ വരണമെന്നത് പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ജന്മം അർഹിക്കുന്നത് ചിലതുണ്ടാവും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ ഒരു നക്ഷത്രത്തെ കൊണ്ടും കണക്കൂട്ടിയിട്ട് കാര്യമില്ല. പിന്നെന്ത് പറയണം? ഇതിലൊക്കെ വേണമെങ്കിൽ എന്റെ മനസ്സിൽ തളരാം, വേണമെങ്കിൽ മനസ്സിൽ നിന്ന് ഉയരാം. ഭഗവാൻ കൃഷ്ണൻ അത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. കംപ്ലൈന്റ് പറയരുത്, നക്ഷത്രങ്ങളെ കുറ്റം പറയരുത്. നായം ജനോമേ സുഖദുഃഖഹേതു നദേവദാത്മാ ഗൃഹകർമ്മകാലം മനഃപരം കാരണമാമനന്തി സംസാരചക്രം പ്രതിപത്തയേൽ. ഒരിക്കലും പറയരുത് ഗൃഹമാണ് എന്നെ തളർത്തുന്നത് എന്ന്. ഒരിക്കലും ഗൃഹത്തിനെ കുറ്റം പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജ്യോതിഷ ചിന്തകൾ വെച്ചുകൊണ്ട് പറയാം, എനിക്കിപ്പോ രാഹുദോഷമാണ്, കലിദോഷമാണ്, ശനിദോഷമാണ്, ശുക്രദോഷമാണ്, ആ ദോഷമാണ്. അതും പറഞ്ഞിരുത്തുന്ന നിങ്ങൾക്ക് തളർത്താം. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇതൊക്കെ എന്നെ തളർത്തുന്നതെല്ലാം ഗൃഹങ്ങളല്ല, മനഃപരം കാരണമാമനന്തി. ആരാണ്? എന്റെ വേണ്ടാത്ത ചിന്തകളുള്ള മനസ്സാണ്. അത് ഞാൻ ഭഗവാനിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ ഇവർക്കൊന്നും എന്നെ തളർത്താൻ സാധ്യമല്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ ഈ ജ്യോതിഷത്തിന്റെ പിന്നാലെ പോകുന്നതാണോ ശരി, അതോ ഉയർത്തുന്നതാണോ ശരി? ജ്യോതിഷം തെറ്റാണെന്ന് പറയില്ല. ജ്യോതിഷത്തിനും ഒരു പരിമിതിയുണ്ട്. അതേതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു ഇരുമ്പിന്റെ നേരെ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇരുമ്പും മാഗ്നറ്റും തമ്മിൽ അട്രാക്ട് ചെയ്യപ്പെടും. കാരണം ഇരുമ്പിന്റെ ക്വാളിറ്റിയും ഏതിലുണ്ട്? മാഗ്നറ്റിലുണ്ട്, മാഗ്നറ്റിസത്തിലുണ്ട്. അപ്പൊ മാഗ്നറ്റിലുള്ള സാധനം ഇരുമ്പിലുണ്ട്. ഇതുപോലെ നക്ഷത്രങ്ങളിലുള്ളത് ശരീരത്തിലുണ്ടെങ്കിൽ, ശരീരത്തിലുള്ളത് നക്ഷത്രത്തിലുണ്ടെങ്കിൽ അവർക്ക് തമ്മിൽ ആകർഷണമുണ്ട്. എന്നാൽ അതേ മാഗ്നറ്റിന്റെ നേരെ ഒരു മരക്കഷ്ണമാണ് വെച്ചതെങ്കിൽ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ?
ഇതുപോലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തെ അട്രാക്ട് ചെയ്യാൻ ഒരു ഗ്രഹത്തിനും സാധ്യമല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പ്രകൃതി, ഒന്നാമതത് പ്രകൃതിയുമല്ല, രണ്ടാമതത് പ്രകൃതിക്കും അതീതമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം. കാലദേശത്തിന് അതീതമായിരിക്കുന്ന ഒരു ഭഗവാനെ കാലനിയമങ്ങൾക്ക് വിധേയമായൊരു ജ്യോതിഷത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വാസ്തവത്തിൽ തെറ്റാണ്. അതൊരു പാപമാണ് എന്നെ സംബന്ധിച്ച്. ഭഗവാനെ താഴ്ത്തുകയല്ല വേണ്ടത്, ഭഗവാനിലേക്ക് ഉയർത്തുക വേണ്ട. ഭഗവാനെ നമ്മൾ ഉയർത്തേണ്ട ആവശ്യമില്ല. കാരണം ഭഗവാന്റെ മഹിമ അത്രയും സർവവ്യാപിത്വമുള്ള മഹിമ, അതിനെ ആർക്കുയർത്താൻ പറ്റും? ത്രൈലോക്യമഹീയസോ വിമഹിതം സമ്മോഹനം മോഹനൽ കാന്തം കാന്തി നിദാനധോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരദോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യദോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം ഉഷ്ണാദി വിഷ്ണോ വിഭോ. ഇതാർക്ക് സാധിക്കും ഭഗവാനെ താഴ്ത്താൻ? ആശ്ചര്യവത് പശ്ചതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തദൈവ ചാന്യ ആശ്ചര്യവശ്ചൈനമന്യ ശൃണോതി ശ്രുത്വാപ്യേനം ചൈവന വേദകശ്ചിൽ. ആർക്ക് താഴ്ത്താൻ പറ്റും? അത് അനശ്വരമാണ്, അതീതമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മളൊക്കെ ഉയരണം. നിങ്ങൾ ഇനി ഇതൊക്കെ കേട്ടിട്ട് പറയരുത് ചൊവ്വാദോഷമുണ്ട്, രാഹുദോഷമുണ്ട്, കലിദോഷമുണ്ട്, ബാക്കിയുള്ള ദോഷങ്ങളൊക്കെ മാറ്റിവെക്കും. അതൊക്കെ വന്നോട്ടെ, അതൊക്കെ നിന്നോട്ടെ. അതൊക്കെ ആർക്കുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ നിഷേധിക്കാൻ പോണ്ട. ആർക്കുണ്ട്? ശരീരത്തിനുണ്ട്. പക്ഷേ അതിനൊന്നും എന്നെ സ്വാധീനിക്കാൻ സാധ്യമല്ല. ഞാൻ വിട്ടുകൊടുത്താൽ സ്വാധീനിക്കാം. ഞാൻ വിട്ടുകൊടുക്കാത്തടത്തോളം കാലം എന്റെ മനസ്സിനെ തളർത്താൻ ഒരു ഗ്രഹത്തിനും ഒരു നക്ഷത്രത്തിനും സാധ്യമല്ല. ഇപ്രകാരം ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നേരെ 26-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയാണ് നരകത്തിന്റെ ഗതികളൊക്കെ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുന്നത്. ആരാണ് നരകത്തിലേക്ക് പോവുക പറയണു? ഗീതയിൽ വളരെ വ്യക്തമായി ഭഗവാൻ പറയും, ഊർദ്ധം ഗച്ഛന്തി സത്വസ്താം മധ്യേ തിഷ്ഠതി രാജസാം ജഗ്നന്തി ഗുണവൃത്തസ്താ ജഗന്യ ഗുണവൃത്തസ്താ അധോ ഗച്ഛന്തി താമസാം. 14-ാം അധ്യായത്തില് 18-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ വളരെ വ്യക്തമായി ഇത് പറഞ്ഞു തരുന്നുണ്ട്. സത്വഗുണമുള്ളവൻ ഊർദ്ധം ഗച്ഛന്തി, എങ്ങോട്ട് പോവും? അവന്റെ മനസ്സ് ഊർധ്വഗതിയായിരിക്കും. മധ്യേ തിഷ്ഠതി രാജസാം, രാജസ ഗുണമുള്ളവൻ മധ്യത്തിലായിരിക്കും. മധ്യം എന്ന് പറഞ്ഞാൽ ഈ മധ്യല്ല, മധ്യഗതിയായിരിക്കും. അധോ ഗച്ഛന്തി താമസ. അപ്പൊ മനസ്സിന്റെ ഗുണങ്ങൾക്കനുസരിച്ചാണ് നമുക്ക് ഗതികൾ കിട്ടുന്നത്, ഉയർന്ന ഗതിയും താഴ്ന്ന ഗതിയും. അപ്പോ എങ്ങനെയുള്ള മനസ്സാണ് നരകങ്ങളിലേക്കൊക്കെ പോവുക? ത്രിഗുണത്വാൽ കർത്തുശ്രദ്ധയാ കർമ്മഗതയ പ്രദക്പിത സർവായേവ സർവസ്യ താരതമ്യേന ഭവന്തി. 3 ഗുണങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്ന മനസ്സ് ശ്രദ്ധയാ കർമ്മഗതയ, അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പൃഥക്വിധ, അപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങളൊക്കെ അനുഭവിക്കുന്നു. എന്നിട്ടോ അങ്ങനെ ഓരോരോ കർമ്മങ്ങൾ ചെയ്തിട്ട് നരകോ നാമ, ഓരോ നരകത്തിലേക്കും ചില മനസ്സുകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ചോദിക്കുകയാണ്, ഈ നരകം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണോ ഇവിടുന്ന് വിട്ടിട്ടാണോ എന്ന് രാജാവ് ചോദിക്കാം. നരകാനാമ ഭഗവൻ കിം ദേശവിശേഷം അഥവാ ഭൈത്രിലോക്യ, ഇതിൽ നിന്ന് വിട്ടിട്ടൊരു നരകമുണ്ടോ എന്ന്. അപ്പൊ ശ്രീ ശുകം ബ്രഹ്മർഷി പറയാണ്, അന്തരാള ഏവ ത്രിജഗത്യാസു ദിശി ദക്ഷിണസ്യാം അധസ്ഥാൽ ഭൂമി ഉപവിഷ്ടാശ്ച ജലാൽ. വളരെ രസകരമാണ്. ഇവിടെ 2 നരകങ്ങളുണ്ട് എന്ന് പറയാണ്. ഒന്ന്, ഭൂമി, നമ്മുടെ അനുഭവങ്ങളിലും നരകമുണ്ട്. അത് കഴിഞ്ഞ് ഭൂമിക്ക് താഴെയും നരകമുണ്ട്. അന്തരാള, ഭൂമണ്ഡലത്തിന് താഴെയായിട്ട്. ദക്ഷിണസ്യം, ദക്ഷിണം എന്ന് പറഞ്ഞാൽ താഴെയായിട്ട്. ഭൂമി ഉപരിവിഷ്ടാസ ജലാൽ, എന്ന ജലത്തിൽ നിന്നും ഉപരിയായിക്കൊണ്ട്. അതായത് ഏറെക്കുറെ മണ്ണിന്റെ അടിയിൽ കിട്ടുന്ന ജന്മങ്ങളായിരിക്കാം ഇവിടെ എന്ത് പറയുന്നത്, നരകങ്ങളൊക്കെ ആയിട്ട് പറയുന്നത്. കാഴ്ച പോലും കാണാത്ത അന്തർലോകത്തിലിരിക്കുന്ന നരക യാതനകള്, അല്ലെങ്കിൽ കാട് നിറഞ്ഞിരിക്കുന്ന കാട്ടിലുള്ള ജീവിതം, ഒരിക്കലും പ്രകാശത്തിലേക്ക് വരാത്ത ജീവിതം, അതൊക്കെ ആയിരിക്കാം പറയുന്നത്. ഏതായാലും ഏതൊക്കെ നരകങ്ങളുണ്ട്? നാമരൂപലക്ഷണ അനുക്രമിഷ്യാമാം താമിശ്രോ അന്ധതാമിശ്രോ രൗരവോ മഹാരൗരവ കുംഭീഭാഗ കാലസൂത്രം അസിപത്രപനം സൂകരമുഖം അന്ധകൂപം കൃമിഭോജനം സന്ദർശം സപ്തസൂർമി വജ്രകണ്ഠക ചാൽമലി വൈതരണി ഭൂയോദം അവീചി അയപ്പാനം കിഞ്ചക്ഷാര കർദ്ധമോ രക്ഷോഗണഭോജനം
ശൂലപ്രോതോ ദന്തശൂലോ വടനിരോധ പര്യാവർത്തനം സൂചിമുഖം ഇതി അഷ്ടവിംശതിർ നരക. 28 നരകങ്ങൾ. ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുതേ, ഇതിലപ്പുറം നരകങ്ങളുണ്ട്. പക്ഷെ 28 എണ്ണം വർണ്ണിച്ചു തരാന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 28 നരകങ്ങൾ? ആദ്യത്തത് തമോ ഗുണത്തിന്റെ നരകങ്ങളാണ്. എല്ലാം തമോ ഗുണത്തിന്റെയാണ്. എന്നാൽ ഇവിടെ തുടങ്ങുന്നത് താമിശ്രം. തമെന്ന് പറഞ്ഞാൽ തന്നെ ഇരുട്ട്. അവിടേക്ക് ആരാ പോവുക? ഈ താമിശ്രം എന്നുള്ള നരകത്തിലേക്ക്. പരവിത്ത അപത്രകളത്രാണി അപഹരതി. കള്ളന്മാർക്കുള്ള നരകാണത്രേ താമിശ്രം എന്നുള്ള നരകം. സഹി കാലപാശബദ്ധോ യമപുരുഷൈ അധിഭയാനകി താമിശ്രേ നരകൈ ബലാൻ നിപാത്തി. അനശൻ വെള്ളം കുടിക്കാൻ കൊടുക്കില്ല, കുടിക്കാനും കഴിക്കാനൊന്നും കൊടുക്കില്ല. ഉപദാന ദണ്ഡതാടനം. ഇരുന്ന് അവിടെ ചെന്നാൽ എന്ത് കിട്ടും? അടിയോടെ അടി. വെള്ളം കൊടുക്കാതെ ഇരുട്ടത്തടിക്കുന്ന നരകമാണ്. ആർക്കാ കിട്ടുന്നത്? അന്യന്റെ ഭാര്യയെയും പണത്തെയും കക്കുന്നവൻ. ഒന്നാമത്തത് എന്തായാലും കക്കാൻ പോകുന്നില്ല. രണ്ടാമത്തത് അങ്ങനെയൊക്കെ അപഹരിക്കുന്ന ഒരാൾക്ക് തനിക്ക് ഇങ്ങനെയൊക്കെയുള്ളത് കിട്ടും. അങ്ങനെയൊരു നരകം. പിന്നെയോ രണ്ടാമത്തത് അന്ധതാമിശ്രം. ഏവ അന്ധതാമിശ്രേ. അവിടെ ആർക്കാ കിട്ടുന്നത്? യസ്തു വഞ്ചയിത്വാ പുരുഷം ധാരാധീനം ഉപയുക്ത എത്ര ശരീരീ നിഭാത്യമാനോ യാതനാസ്തോ വേദനയാ നഷ്ടമതി നഷ്ടദൃഷ്ടി. അതിനേക്കാൾ ഒരു ഡബിൾ ഡോസ്. മറ്റേത് സിംഗിൾ ഡോസാണ്. ഇത് ഒരു കോഴ്സ് കൂടെ കൂടുതൽ കൊടുക്കുന്ന ഡോക്ടർമാര്. അപ്പം രണ്ടാമത്തെ ഒരു സ്ട്രോങ് ഡോസും കൂടി കൊടുക്കുന്നു. അന്ധതാമിശ്രം. അതാർക്കാണ്? വഞ്ചയിത്വാ പുരുഷം. മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുന്നവൻ. മറ്റേതോ അറിയാതെ, മറ്റേ പോക്കറ്റ് അടിക്കാരാണ്, അറിയാതെ എടുക്കുന്നവനാണ്. പിന്നെ അയാൾ അറിയുള്ളൂ. ഇത് അറിഞ്ഞുകൊണ്ട് സമ്പത്തും മറ്റൊക്കെ അപഹരിക്കുന്ന ആളുകൾക്കാണ് അന്ധതാമിശ്രം. അപ്പൊ ഈ ബ്ലേഡ് കമ്പനി നടത്തുന്നവര് കൂടുതൽ കൂടുതൽ പലിശയൊക്കെ മേടിച്ചുകൊണ്ട് ആളുകളെ ഉപദ്രവിക്കുന്ന ആളുകൾക്കൊക്കെ ഉള്ളൊരു നരകാണ് അന്ധതാമിശ്രം. അത് കഴിഞ്ഞ് യഷ്ടിഹവായേതം അഹമിതി മമേതമിതി ഭൂതദ്രോഹേണ കേവലസ്വ കുടുംബമേവാനനുദിനം പുഷ്ണാതി. വേഗം മനസ്സിലാവില്ലേ? അതായത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് അവരിൽ നിന്നൊക്കെ വേണ്ട പോലെ കൈക്കൂലിയൊക്കെ മേടിച്ച് വേണ്ട വിധത്തിലുള്ള സമ്പാദ്യങ്ങളൊക്കെ സമ്പാദിച്ച് ഏവം സ്വന്തം കുടുംബം മാത്രം നോക്കുന്ന ആളുകൾക്ക് രൗരവേ നിപതതി. എവിടെ പോണം? രൗരവത്തില്. അപ്പം ഞാനും എന്റെ ഭാര്യയും 2 കുട്ടികളും എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരൊക്കെ രൗരവ നരകത്തിൽ പോകും. അവർക്കും അവിടെ ഭയങ്കരമായ ട്രീറ്റ്മെന്റ് കിട്ടും. എന്താണ് അവിടെ അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ്? അവരെ ഒറ്റപ്പെടുത്തുന്നതാണ്. ഒരാൾ നോക്കാനുണ്ടാവാതെ ഒറ്റപ്പെട്ടുകൊണ്ട് പോകുന്നൊരു അനുഭവം ഉണ്ടാവും. ഏത് ഹയദൈവാമുന വിഹിംസിതാജന്തവ പരത്ര യമയാഥന ഉപഗതം തേവരുരുവോ ഭൂത്വാ തമേവ വിംഹി സന്ധി തസ്മാൽ രൗരവമിതിയാഹു. അവിടെ വളരെയധികം വേദനിപ്പിക്കുന്ന അനുഭവങ്ങള്, അദ്ദേഹത്തിനെ വേദനിപ്പിക്കുന്ന അങ്ങേയറ്റം വേദനാത്മകമായ വിംഹംസിതാജന്തവ പരത്ര യാതനാം, വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും എന്ന് പറയാണ്. പിന്നീട് അതിനും ഒരു അപ്പുറത്തൊരു നരകമുണ്ട്. അതേതാണ്? മഹാരൗരവോ നിപതിതം. അതാരാണ്? ക്രവ്യാദാനാമരുസ്തവം ക്രവ്യേണ ഗാതയന്തി. ആരാണോ മറ്റുള്ളവന്റെ സമ്പത്തും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം കാര്യം നോക്കുന്നത്, തന്റെ കാര്യം മാത്രം, ദേഹം വര, തന്റെ ദേഹത്തിനെ കൂടുതൽ സ്വാർത്ഥനായി ജീവിക്കുന്നവർക്കുള്ളതാണ് മഹാരൗരവം. മറ്റേത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കും. ഇയാളോ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കില്ല, സ്വന്തം കാര്യം സിന്ദാബാദെന്ന്. അവരൊക്കെ അവിടെ പോകണം. പിന്നെ അടുത്തതോ യസ്തിഹവാഗ്ര പശുൻ പക്ഷിണോവ പ്രാണത ഉപരന്തതി. പാവം. ചിക്കൻ, മട്ടൻ, പശുൻ പക്ഷിണോവ അവരുടെയൊക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്നവർക്ക് അവിടെ നിന്നാ കിട്ടുന്നത്? പുരുഷാദേയബി വിഗർഹിതമമുത്ര യമാനുചര കുംഭീപാകെ തപ്തതയിലെ ഉപരന്തയതി. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവരെ കൊണ്ട് എണ്ണ കൊണ്ടുവരിപ്പിക്കും. എന്നിട്ടത് പാത്രത്തിൽ ഒഴിച്ച് നല്ലവണ്ണം തിളപ്പിച്ച് ഇവരെ അതിലേക്കിട്ട് ഇവരെത്ര ചിക്കൻ കഴിച്ചിട്ടുണ്ടോ അത്ര അവരെയും വേവിക്കുന്നു പറയാണ്. ഇതുപോലെ ഇപ്രകാരം ശിക്ഷ കിട്ടും. അത് കഴിഞ്ഞിട്ടോ യസ്തിഹ പിതൃ വിപ്ര ബ്രഹ്മതൃ കാലസൂത്രസപ്ഞയേ നരകേ ഐധയോജനപരിമണ്ഡലേ താമ്രമയേ തപ്തകലേ ഉപര്യതസ്താദ് അഗ്ന്യർക്കാഭ്യാം അപത്യമാനേ അഭിനിവേശിതക്ഷുട്പിപാസാഭ്യം ദഹ്യമാനാം അന്തർബഹിസ്ഥിര ആസ്തേ ശേതേ. പിന്നീട് അടുത്ത ഇത് പറയണ, ആരാണോ തന്റെ ജീവിതത്തില് അച്ഛനെയും പൃത് വിപ്ര ബ്രഹ്മദൃക് സജ്ജനങ്ങളെയൊക്കെ ദ്രോഹിച്ചിരിക്കുന്നത്
അവരെയൊക്കെ വേണ്ട വിധത്തിൽ വേദനിപ്പിച്ചിരിക്കുന്നത്, അവർക്ക് അടുത്ത നരകം കാലസൂത്രം, കാലസൂത്രം എന്ന് പറയുന്ന നരകത്തിൽ പോവേണ്ടി വരും. ഐധയോജന, ആയിരക്കണക്കിന് വർഷം, 10,000-കണക്കിന് വർഷങ്ങൾ. താമ്രമയി തപ്തകലെ, അങ്ങനെ ചെമ്പുകൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൽ കിടന്ന്, അതിൽ കടന്ന് വെന്ത് വെന്ത് വിശപ്പും ദാഹവും ഒക്കെ അനുഭവിച്ച് അങ്ങനെയൊക്കെ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയാണ്. പിന്നീട് യസ്തിഹ വൈ നിജവേദ പഥാതന അപഗത പാകണ്ഡം ച ഉപഗതസ്ഥം അസിപത്രവനം പ്രവേശ കശയാ പ്രഹരന്തി. പിന്നീട് അടുത്തൊരാള്, അയാള് തന്റെ ജീവിതത്തിൽ സത്യമായി കൊണ്ടു നടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ നിജവേദപഥാതന, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സമ്പ്രദായങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട്, അതൊക്കെ തന്റെ സുഖത്തിന് വേണ്ടി തെറ്റിച്ചുകൊണ്ട് അപ്രകാരമൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നവര് അസിപത്രവനം എന്ന് പറയുന്ന നരകത്തിൽ പോകണം. പിന്നെ ഏതൊരു സജ്ജനങ്ങളെ ദ്രോഹിക്കുന്നവരാണോ, രാജാവായാലും ശരി ആരായാലും ശരി, അവർക്ക് ശരീരദണ്ഡം, ശരീരത്തിൽ ദണ്ഡം അനുഭവിക്കണം. സൂകരമുഖം എന്ന് പറയുന്ന നരകത്തിൽ പോകണം. പിന്നെ ഭൂതാനാം ഈശ്വരോ കൽപ്പിത വൃത്തീനാം അവ്യക്ത പരഭ്യതാനാം സ്വയം പുരുഷോപകൽപ്പിതം. പിന്നീട് ആരാണോ ഇവിടെ മറ്റു ജീവജാലങ്ങളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് തന്റെ സുഖം നോക്കിയത്, അങ്ങനെയൊക്കെയുള്ള കൊതുകിനെയൊക്കെ കൊന്നിട്ടില്ലേ നമ്മള്, അതിനൊക്കെ ചെറിയ നരകങ്ങളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. കാര്യമായിട്ടുള്ളതൊന്നുമില്ല, എന്നാലും ഉണ്ട് എന്ന്. ഇനി ആരാണോ അസിംവ്യ അജ്ഞാതി യത് കിഞ്ചനോപരത നിർമ്മിത പഞ്ചയജ്ഞോ വായസ സംസ്തുത സപരത്ര ക്രിമിഭോജനെ നരകാതമേ നിബദതി. ആരാണോ ഇവിടെ പങ്കുവെക്കാതെ ജീവിച്ചിരിക്കുന്നത്, പഞ്ചയജ്ഞം ചെയ്യാത്തത്. പഞ്ചയജ്ഞം ചെയ്യാന്ന് പറഞ്ഞാൽ ഉള്ളതിനെ മറ്റുള്ളവരുമായി 5ആയി വിഭജിക്കണം. അതായത് നമ്മളൊരു അംശം കൊടുക്കണം, നമ്മുടെ കുടുംബത്തിനൊരു അംശം വേണം, സ്വജനങ്ങൾക്കൊരു അംശം കൊടുക്കണം, ഭൂതജാലങ്ങൾക്ക്, ഭൂമിയിലുള്ള ഭൂതങ്ങൾക്ക് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് സമൂഹത്തിനൊരു അംശം കൊടുക്കണം. ഇങ്ങനെ സമൂഹം, ഭൂതം, ജീവജാലങ്ങള്, തന്റെ കുലം, തന്റെ ആളുകൾ, തന്റെ വീട്, തനിക്ക്, ഇങ്ങനെയൊക്കെ വിഭജിക്കുന്നതിനെയാണ് പഞ്ചയജ്ഞം എന്ന് പറയുക. അപ്രകാരം ആരാണോ വിഭജിക്കാതെ അനുഭവിച്ചിരിക്കുന്നത്, ഒരു കാക്കയെപ്പോലെ സ്വാർത്ഥത കാണിച്ചിരിക്കുന്നത്, അവർക്കുള്ള നരകമാണത്രേ കൃമിഭോജനേ നരകാതമേ നിബദതി. എങ്ങടാ പോവാ? കൃമിഭോജനം എന്ന് വെച്ചാൽ അവർക്ക് വേവിക്കാത്ത നൂഡിൽസ് കിട്ടുന്ന അർത്ഥം. വേവിച്ചതല്ല, വേവിക്കാത്തത്. അങ്ങനെ അതൊക്കെ കഴിച്ച് എത്ര കാലം? ആദ്യം അത് അവരെ കഴിക്കും, പിന്നീട് അവരതിനെ കഴിക്കും. ഇങ്ങനെയൊക്കെ ജീവിതം അവർ കൊണ്ട് നടക്കും. ഒരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഇതിനൊക്കെ ശരിക്കും നരകത്തിൽ പോകേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഈ ശരീരം നരകത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് നമുക്കൊരു പക്ഷെ ഇപ്പൊ ഇവിടെ ഈ പറയുന്നത് നമ്മൾ ഒന്ന് വിശാലമായി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചിലവർ ജനിക്കുമ്പം തന്നെ രോഗികളാണ്, കൈകാലുകളില്ലാത്തവരാണ്, മന്ദബുദ്ധികളാണ്, കഴിവില്ലാത്ത വീടുകളിൽ ജനിക്കുന്നവരാണ്. ഒരു അനുഭവം ഞാൻ അടുത്ത കാലത്ത് കേട്ടത്, ഷൊർണൂറിൽ ബസ് സ്റ്റാൻഡില്, ഷൊർണൂറിൽ ആ ഭാഗത്ത് ബസ് സ്റ്റാൻഡില് ഒരു രാവിലെ കുട്ടികൾ പോവാൻ നിൽക്കുമ്പോൾ, ദിവസം കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി വന്നു നിൽക്കുമ്പം ഒരു കവറിൽ നിന്നൊരു ചലനം. അപ്പൊ കുട്ടികൾ ചപ്പും ചവറിലിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഈ കവർ ഇളകിയത്. അപ്പൊ കാല് കൊണ്ടൊരു തട്ട് തട്ടി, കുട്ടികൾ തട്ടിയപ്പോൾ അതൊന്നുകൂടി ഇളകിയപ്പോ അതെടുത്തു നോക്കിയ സമയത്ത് അതിലൊരു മനുഷ്യന്റെ കുട്ടി. ആ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം വരണമെന്ന് ആര് നിശ്ചയിച്ചു? നിങ്ങൾ പറയും ആ കുട്ടിയുടെ അമ്മ. എന്തുകൊണ്ട് ആ കുട്ടിയുടെ അമ്മ അങ്ങനെ തീരുമാനിക്കണു? എന്തുകൊണ്ട് അങ്ങനെ പ്രേരണ വരണു? ഇതിന്റെയൊക്കെ പിന്നിൽ ചില കർമ്മഫലങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കുമോ? ഭാഗവതം പറയണു അതിനുമുള്ള കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. അതാണ് ഭാഗവതത്തിൽ അതിഗംഭീരമായ അജാമിളോ ഭാഖ്യാനം എന്ന് പറയുന്നൊരു ഭാഖ്യാനം.